ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ സ്ക്യൂഡ്സ്. അപ്പോൾ നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് ജോർജിയയുടെ ഒരു ഡെക്കേഡ്സ്, ഒരു 100 years എബോവ് ഉള്ള ഒരു എന്താ പറയുക ഒരു ഫോർട്രസിന്റെ മുൻപിലാണ്. സോ അപ്പോൾ ഇത് ഗോണിയോ ഫോർട്രസ് ഓഫ് അഡ്ജാര, ആ ലൊക്കേഷനിലാണ് നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് നിൽക്കുന്നത്. സോ അപ്പോൾ ഇത് വന്നിട്ട് ടർക്കി ബോർഡർ ആണ്. ബാത്തുമിയുടെ ജോർജിയയുടെ ഹിസ്റ്റോറിക്കലി ആർക്കിയോളജിക്കലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫോർട്രസിൽ നിന്നുമാണ് ഇന്ന് നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് ഈ വ്ളോഗ് ചെയ്യുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ആൻഡ് എക്സ്പ്ലോർ ഗോണിയോ ഫോർട്രസ്. കിങ്ഡത്തിന്റെ പ്രിൻസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മോണ്യുമെന്റ് നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ പറയുന്ന പഴയ റോമൻ എംപയർ സെഞ്ചുറീസ് ബിഫോർ, ഇതിന്റെ നാമാവശിഷ്ടങ്ങളാണ്. നമുക്ക് പറയാം ആർക്കോളജിക്കൽ സൈറ്റ് ആണ് റോമൻ എംപയർ. ഇതാണ് ഫ്രണ്ട്സ് അതിന്റെ ഉള്ളിലെ ബ്യൂട്ടിഫുൾ വ്യൂ. ഇന്ന് റെയിൻ ആണ്, റെയിനി ഡേ ആണ്. നിങ്ങൾക്ക് കാണാം മൗണ്ടൻസ്. ഇത് ടർക്കിയുടെ ഒരു എന്താ പറയാ ബോർഡർ ഏരിയ ആണ്. ഫ്രണ്ട്സ്, 8 ലാറിയാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റായ ഗോണിയോ ഫോർട്രസിൽ നമ്മൾ പേ ചെയ്യേണ്ടത് എൻട്രി ഫീ. ഫ്രണ്ട്സ്, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഗോണിയോ അസ്പെറസ് ബ്രീഫ് ഹിസ്റ്ററി അവിടെ എഴുതി വെച്ചിരിക്കുന്നു. ഇതിന്റെ ടോട്ടൽ ലെങ്ത് വന്നിട്ട് 222 meters ആണ്. ആൻഡ് വിത്ത് 195 ആണ്. ടോട്ടൽ ഏരിയ തന്നെ 4000 hectares എബവ് ഉണ്ട്. ഇറ്റ്സ് റിയലി വെരി മച്ച് വാല്യുബിൾ ബിക്കോസ് ഇറ്റ്സ് ഡീപ്പ് ഇൻ ടു ഹിസ്റ്ററി ഓഫ് ജോർജിയ. പിന്നെ അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഓൾ ഇൻഫർമേഷൻ ഐ വിൽ ബി മെൻഷനിങ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ആൻഡ് ഇഫ് ലുക്ക് അറ്റ് ദിസ് സൈഡ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമാനം മെയ്ഡ് ഔട്ട് ഓഫ് വുഡ്. പിന്നെ കുറേ പ്ലാന്റ്സ്. ബ്യൂട്ടിഫുൾ വാക്ക് വേ ആണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഗോണിയോ ഫോർട്രസിന്റെ ഉള്ളിലെ ആർക്കിയോളജിക്കൽ എക്സിബിഷൻ സൈറ്റിലാണ്. ഹ്യൂജ് റെയിൻ ആണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ഈ കാർമേഘങ്ങൾ. ആക്ച്വലി ബാത്തുമ്മയുടെ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. എപ്പോഴും അവർക്ക് റെയിൻ ഉണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇന്ന് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങൾ. ഇത് ഇന്നിപ്പോൾ മഴ ഉണ്ടായിരുന്നു മോർണിംഗിൽ. അപ്പോൾ ഞാനിനി അധികം പറഞ്ഞ് നേരം കളയുന്നില്ല. ലെറ്റ്സ് ഗോ ഇൻസൈഡ് ടു ദിസ് സെഞ്ചുറീസ്, ഡെക്കേഡ്സ്, എന്താ പറയുക സെഞ്ചുറീസ് ബിഫോർ ഉള്ള ഒരു ചരിത്രത്തിൻ്റെ ഹിസ്റ്ററിയുടെ ആ ഒരു ബാക്കി പത്രമായ ആർക്കിയോളജിക്കൽ എക്സിബിഷൻ നമുക്ക് പോകാം. റോമൻ എംപയർ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളും ഈ എക്സ്കവേഷൻ അവർ കുഴിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല.
ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്ന ഈ ആർക്കിയോളജിക്കൽ, അതായത് ഡെക്കേഡ്സ് ബിഫോർ ഉള്ള ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ നിന്നും കണ്ടെടുത്ത മെറ്റീരിയൽസ്, ആ കണ്ടെടുത്ത ആർക്കിയോളജിക്കൽ ഹിസ്റ്ററിയുടെ ആ ഒരു ബാക്കി പത്രങ്ങളാണ് നമ്മൾ ഈ ഒരു കാണുന്ന എക്സിബിഷൻ സെന്ററിൽ വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു കുരിശുപള്ളി പോലെ ഒരു ചെറിയൊരു മിനി എന്താ പറയുക, ഒരു ഗ്രോട്ട പോലെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. അതിപ്പം സെന്റ് മാത്തിയാസിന്റെ ആണ് ഒരു ഗ്രോട്ടോ ഇവിടെ നമുക്ക് കാണാം. മിഡിൽ ഓഫ് ദിസ് ഫോർട്ട്. മഴയത്തും ഈ ഒരു ഫോർട്രസിന്റെ ആ ഒരു ഭംഗി അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. ഇറ്റ്സ് ഇൻക്രെഡിബിൾ. ഇതാണ് ആർക്കിയോളജിക്കലി അവരെ ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾക്കിവിടെ കാണാം. അതിൻ്റെ ആ പഴകിയ ആ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ഭാഗം, ഒരു വലിയൊരു ഭാഗം, മേ ബി ഒരു 20% നമുക്കൊരു പഴയ ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ കാണുന്നത്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വെല്ലാണ്. സോ അപ്പോൾ അത് ഇങ്ങനെ ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൽ കാണാം. സോ കണ്ടോ, ഈ ഒരു ഹാൻഡിൽ നമ്മൾ ഇങ്ങനെ കറക്കിയിട്ട് വേണം വെള്ളം എടുക്കാനെങ്കിൽ. സോ അപ്പോൾ ഇത് ഗോർണിയോ ഫോർട്രസിൻ്റെ നമ്മൾ കയറി വരുന്ന ഒരു ലെഫ്റ്റ് എൻഡിൽ കാണുന്ന ഒരു ഭാഗമാണ്. അതായത് ഈ സ്ട്രക്ചറിൻ്റെ ആ ഗോർണിയോ ഫോർട്രസ് നടുവിലെ ആ ഒരു സ്ട്രക്ചറിൻ്റെ ആ ഒരു ഭാഗത്ത് കാണുന്ന ഒരു വെല്ലാണത്. സോ അപ്പം നമ്മൾ മത്തിയാസിൻ്റെ ആ ഒരു ഗ്രോട്ടോ കണ്ടു. പിന്നെ ഒരു സ്ട്രക്ചർ ഗോണിയോ ആ ഫോർട്രസിന് നടുവിലുള്ള എന്താ പറയുക നാമാവശിഷ്ട ആ സ്ട്രക്ചർ നമ്മൾ ഈ ഇടത് ഭാഗത്ത് കണ്ടു. പിന്നെ ആർക്കിയോളജിക്കൽ അവശിഷ്ടങ്ങൾ, അതായത് ആ ഒരു പാർട്സ് സൂക്ഷിച്ചിരിക്കുന്ന എക്സിബിഷൻ നമ്മൾ കണ്ടു. പിന്നെ ആ ഒരു ഡോറ്, ഒരു വലിയൊരു ഫോർട്രസിൻ്റെ ഡോറ് നമുക്ക് കാണാം. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് അവർ എൻട്രി അങ്ങനെ നമുക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. പിന്നെ ഒരു വാക്ക് വേ ആണ്. അതിമനോഹരം. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ, വെരി പനോറമിക്. ഈവൻ ഈ റെയിനിലും ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു സ്ഥലം. നമ്മുടെ നാട്ടിൽ ഈ ബേക്കൽ കോട്ടയില്ലേ, അതുപോലെ. ഞാൻ ബേക്കൽ കോട്ട വിഷ്വൽസ് കണ്ടിട്ടുള്ളൂ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇതിന് സദേൺ ഗേറ്റ് എന്നാണ് പറയുന്നത്, ഈ ഒരു ഭാഗത്ത് ആ ഗേറ്റിന്. ഫ്രണ്ട്സ്, എനിക്ക് പുറകില് റോമൻ എംപയർ കാലത്ത് രാജാക്കന്മാർ, അവരുടെ എംപറേഴ്സ് യുദ്ധത്തിന് പോകുമ്പോൾ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ, അവരുടെ ടെൻസ് അതേ മാതൃകയിൽ അവരവിടെ സൂക്ഷിച്ചിരിക്കുന്നു. മേ ബി ദേ ക്യാൻ പണ്ടത്തെ ആ ഒരു എക്സ്കവേഷൻസിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ആ ഒരു മാതൃകയിൽ അവർ പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഫ്രണ്ട്സ്. സോ നല്ല മഴയാണെങ്കിലും ഇറ്റ്സ് റിയലി വർത്ത് ടു വിസിറ്റ് ദിസ് പ്ലേസ്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്.
ആർട്ടിലറിയൊക്കെയാണ് ആ കാണുന്നത്. അതായത് അവർ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും യുദ്ധത്തിന് അവർ തമ്പടിക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു ക്യാമ്പും ആണ് നമ്മളിവിടെ ഈ ട്രാവൽ സ്ക്യൂഡിൻ്റെ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഒരു സ്റ്റെയർ കയറി നമുക്ക് മുകളിൽ പോവാം ഫ്രണ്ട്സ്. അപ്പോൾ ട്രാവൽ സ്ക്യൂഡിൻ്റെ ഗോണിയോ ഫോർട്രസിൻ്റെ ദ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം സെഞ്ചുറീസ്, ഡെക്കേഡ്സ്, മെനി സെഞ്ചുറീസ് ബിഫോർ റോമൻ എംപയറേഴ്സ് അവരുടെ യുദ്ധ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്ന ആർട്ടിലറീസ്, അവരുടെ എന്താ പീരങ്കി എന്നൊക്കെ പറയില്ലേ, അതൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അത് എങ്ങനെയാണോ ഈ എക്സ്കാവേഷനിൽ അവർ കണ്ടെടുത്തത് അതൊക്കെയാണ് ഒത്തിരി സാധനങ്ങൾ അവർ ഉപയോഗിച്ചിരുന്ന. നിങ്ങൾക്ക് കാണാൻ ഇത് കുറേ ഫിലിം ഷൂട്ടിംഗ് സെറ്റിലൊക്കെ നമ്മളിത് കാണുന്നുണ്ട്. പിന്നെ അതേ മാതൃകയിലുള്ള ടെൻസ് ആണ് നിങ്ങൾ കാണുന്നത്. ഹിസ്റ്ററിയുടെ എന്താ പറയാ ആ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള കിങ്ഡത്തിന്റെ ഒരു കഥയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു നമ്മൾ മുകളിലോട്ട് കയറി വരുമ്പോൾ കാണുന്നത് ഇവരുടെ ഈ ബീരങ്കിയൊക്കെ വെക്കുന്ന ആ ഒരു സ്ഥലമാണ് ഫോർട്രസ്. നമുക്ക് പിന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അനുവദനീയമല്ല. സോ അതാണ് ഒരു ഡീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു എക്കോയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു ഏതോ ഒരു പഴകിയ ഒരു സ്ഥലത്ത് നമ്മൾ പോയാൽ എങ്ങനെ ഇരിക്കും ഒരു ഫോർട്രസ് കുറേ കാലം മുൻപുള്ള. കണ്ടോ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വ്യൂ ആണ് ഫ്രണ്ട്സ്. അത് അങ്ങ് ദൂരെ അപ്പുറത്ത് ഏതോ ഒരു വഴിയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ഇങ്ങനെയും ഇവിടെയുണ്ട്. സോ ഇപ്പോൾ ദൂരേന്ന് ശത്രുക്കൾ വരുന്നുണ്ടോ, എനിമീസ് അവരെ ആക്രമിക്കുന്നുണ്ടോ, അവരെ തുരത്താൻ ഉള്ള ഒരു ടർക്കിയുടെ ബോർഡറിലുള്ള റോമൻ എംപറേഴ്സിൻ്റെ ഒരു പഴയ ഒരു ഫോർട്രസ് ആണ്. ഈ ഒരു ഫോർട്രസ് ഒക്കെ തന്നെ ആയിരിക്കാം ജോർജിയയെ ഈ എത്ര ഇൻവേഷൻസ് ഇത്രയും ആളുകൾ യുദ്ധക്കൊതിയന്മാരൊക്കെ ഉണ്ടെങ്കിലും അവരുടെ തനതായ ഒരു ഹിസ്റ്ററിയിൽ ഓതൻറ്റിസിറ്റിയിൽ ജോർജിയ സർവൈവ് ചെയ്തതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഗോണിയോ ഫോർട്രസ്. നമ്മളേത് തമിഴ്നാട്ടിൽ പോവില്ലേ, ലൈക്ക് സൗത്ത് ഇന്ത്യ തമിഴ്നാടു, സെയിം ലൈക്ക് ആ കളറും ആ ഭംഗിയും എല്ലാം. സോ ഇപ്പോൾ നമ്മൾ ഇത്ര നാളും കണ്ട എന്താ പറയുക ജോർജിയയുടെ ബാത്തുമിയുടെ ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ്, ബാത്തുമിയുടെ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫേസ് ആണ് ഈ ഗോണിയോ ഫോർട്രസിൽ വരുമ്പോൾ. ഹിയർ വി ആർ സീയിങ് ദ സ്ട്രോങ്ങസ്റ്റ് history of Georgia. That's what we are seeing here now. ഗോണിയോ ഫോർട്രസിന്റെ ടോപ്പ് ലെയറിലാണ് നിങ്ങളുടെ ട്രാവൽ സ്ക്യൂഡ് നിൽക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വേറൊരു ഭാഗമില്ല. സോ നമ്മൾ ആ സ്റ്റെയർ കയറി താഴെ നിന്ന് സ്റ്റെയർ കയറിയാണ് മുകളിൽ വന്നത്. പിന്നെ ഇങ്ങോട്ടേക്കുള്ള ഒരു വഴി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഈ ഒരു പ്രത്യേകമുള്ള ഒരു കമാനത്തിന്റെ ഉള്ളിലാണ് അവരുടെ ആ ഒരു പുറത്തോട്ടുള്ള വഴിയും കാര്യങ്ങളെല്ലാം അവർ നിരീക്ഷിച്ചിരിക്കുന്നത്. സർവൈലൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണത്. ഇവിടെ നിന്നായിരിക്കും അവർ ശത്രുക്കളെക്കെതിരെ ആക്രമണം തൊടുത്തുവിടുന്നത്. സോ ഇപ്പോൾ ജോർജിയയുടെ ബാത്തുമിയുടെ ടർക്കിഷ് ബോർഡറിന്റെ അടുത്തുള്ള ഗോണിയോ ഫോർട്രസിന്റെ മുകളിലത്തെ നിലയിൽ ഒരു പൗരാണിക റോമൻ എംപറേഴ്സ് നിർമ്മിച്ചിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിന്റെ ഫോർട്രസിന്റെ മുകളിൽ നിന്നുമാണ് നിങ്ങൾ ട്രാവൽ സ്ക്യൂഡ് സംസാരിക്കുന്നത്. സോ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ് ട്രാവൽ സ്ക്യൂഡ് വീഡിയോസ്. സോ അപ്പോൾ നമുക്കിനി താഴെ ഇറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. ഈ ഒരു വഴി അതുപോലെ തന്നെ പല കാര്യങ്ങളും അവിടെയും ഉണ്ട് ഒരു സ്റ്റെയർ, അത് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. പക്ഷെ ഇതേ ഒരു മാതൃകയായിരിക്കും, ബട്ട് വ്യൂസ് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഒരു വലിയൊരു സൈറ്റ്, ആർക്കിയോളജിക്കൽ സൈറ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഈ മഴ, ഈ മൗണ്ടൻസ്, ഈ ക്ലൗഡ്സ്, ഇതെല്ലാം തന്നെയാണ് ജോർജിയയുടെ ഒരു സിനിക് എന്താ പറയാ ഒരു ബ്യൂട്ടിക്ക് കാരണം.
ബ്യൂട്ടിഫുൾ വാക്ക് വേസ് ആണ്. പിന്നെ അന്നത്തെ കാലത്തുള്ള ആ പെബിൾസിന്റെ ഒരു വാക്ക് വേ ആണ് ഇപ്പോഴും അവർ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. സോ ഗോണിയോ ഫോർട്രസിൽ ഇത്ര ഫേമസ് ആയിട്ടുള്ള മേ ബി യുദ്ധക്കൊതിയന്മാരായിരിക്കില്ല, സാധാരണ എംപറേഴ്സ് ഉണ്ടായിരുന്നു. സോ അപ്പോൾ നമ്മൾ ഗോണിയോ ഫോർട്രസിന്റെ നമ്മൾ എൻട്രി എടുത്ത ആ ഒരു ക്യാഷ് കൗണ്ടറിന്റെ ആ ഒരു ഭാഗത്ത് നടന്ന് നമ്മൾ എല്ലാ അത് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, പിന്നെ ആ ഫോർട്രസിന്റെ ആ സർവൈലൻസ് പോയിന്റ് അതെല്ലാം നമ്മൾ കണ്ടു. നമ്മൾ ഈ ഒരു ഭാഗത്തെത്തി. പിന്നെ ഈ ഒരു ഭാഗത്ത് വലതുവശത്തായിട്ട് വളരെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഗോണിയോ ഫോർട്രസിന്റെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. സോ അപ്പോൾ നിങ്ങൾ ജോർജിയയിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു വിസിറ്റ് ദിസ് ഗോണിയോ ഫോർട്രസ്. ഇറ്റ്സ് ജസ്റ്റ് നിയർ ബൈ ബാത്തുമി സിറ്റി. It's around 10 lari if you go by taxi, and there is lots of transportation available by bus also. You can come here. ഇത്രയും നേരം ട്രാവൽ സ്ക്യൂട്ടിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സൈറ്റിൽ നിന്നുള്ള ഗോണിയോ ഫോർട്രസിൽ നിന്നുമുള്ള ഈ ഒരു വ്ളോഗ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്, ലൈക്ക്, കമന്റ്, ഷെയർ ട്രാവൽ സ്ക്യൂട്ട്സ്. ഇപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇത്രയും സീനിക് ആയിട്ടുള്ള ആ ഒരു ബ്യൂട്ടി നമ്മൾ ഈ വ്ളോഗിൽ കണ്ടത്. സോ അപ്പോൾ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ ട്രാവൽ സ്ക്യൂട്ട്. സോ അപ്പോൾ ഇതിനേലും നല്ലൊരു വ്ളോഗും പിന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ജോർജിയയുടെ മറ്റൊരു ഭാഗത്ത് നിന്നും നിങ്ങളുടെ ട്രാവൽ സ്ക്യൂട്ട് വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് കീപ് സപ്പോർട്ടിങ്. സ്റ്റേ ട്യൂൺ ടു ട്രാവൽ സ്ക്യൂട്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.